പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ജോർജ് മക്ഡൊണാൾഡ്സ് തൻ്റെ ഒരു പുസ്തകത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിലെ മുഖ്യ കഥാപാത്രം ഒരിക്കൽ ഇങ്ങനെ സങ്കടപ്പെടുന്നു. വൈ ഗോഡ് മെയ്ഡ് മീ? ഐ സെർട്ടൻലി ഡോണ്ട് സീ എനി പർപ്പസ് ഇൻ ഇറ്റ്. ദൈവം എന്തിനാണ് എന്നെ നിർമ്മിച്ചത്? അതിന് ഞാൻ യാതൊരു ഉദ്ദേശവും കാണുന്നില്ല എന്ന്. ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അതിനോട് ഇങ്ങനെയാണ് പ്രതിവചിക്കുന്നത്. യു ഡോണ്ട് സീ എനി പർപ്പസ് ഇൻ ഇറ്റ് യെറ്റ്, ബട്ട് ദെൻ ഗോഡ് ഹാസൻറ്റ് ഫിനിഷ്ഡ് മേക്കിംഗ് യു. ബിസൈഡ്സ് യു ആർ ആർഗ്യൂയിങ് വിത്ത് ദ പ്രോസസ്. നീ ഇതുവരെ നിന്നെ നിർമ്മിച്ചതിലുള്ള ഉദ്ദേശം കണ്ടെത്തിയിട്ടില്ല. കാരണം ദൈവം പൂർണ്ണമായും നിന്നെ ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല. അതുതന്നെയാണ്. കൂടാതെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ആ നടപടിയെ, പ്രോസസ്സിനെ കുറിച്ച് നീ ദൈവത്തോട് വാദിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നാം ഓരോരുത്തരും ആർക്കും പ്രയോജനമില്ലാത്തവരാണ് എന്ന് നനയ്ക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന ഒരു ചിന്തയുടെ പ്രതിഫലനമാണ് ജോർജ് മക്ഡൊണാൾഡ്സ് എഴുതിയ പുസ്തകത്തിലെ ആ മുഖ്യ കഥാപാത്രം പറയുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്? ഇത്തരത്തിൽ ചോദിക്കുന്ന
അനേകം ആളുകളെ നമുക്ക് കണ്ടെത്താം. എന്താണ് നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം? തീർച്ചയായും നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ദൈവത്താൽ നിയോഗിതരാണ്. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നിഷ്കളങ്കനായ ഒരു വ്യക്തി കഷ്ടത അനുഭവിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പുസ്തകമാണ് വേദപുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം. നിഷ്കളങ്കനും നീതിമാനും നിരപരാധിയുമായ ഇയ്യോബ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിനെ ഏൽപ്പിക്കുന്നു. തുടർന്നുണ്ടാകുന്ന ജീവിത അനുഭവങ്ങളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഈ പുസ്തകം നിരപരാധി എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നും കഷ്ടതയുടെ പിൻപിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും വ്യക്തമാക്കുന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തവൻ ആരാണ്, ഗ്രഹിക്കാത്തവൻ ആരാണ് എന്ന്. അതിനു മുമ്പായി വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഇയ്യോബ് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവമാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന്, ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കാത്തവൻ ആർ? ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കണ്ണുനീർ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ തന്നെ ആശ്വസിപ്പിക്കുവാനും അതിൻ്റെ പോംവഴികൾ നിർദ്ദേശിക്കുവാനും എത്തിയ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, ദൈവമാണ് പ്രവർത്തിച്ചതെന്ന് ഗ്രഹിക്കാത്തവർ ആരാണ് എന്ന്. കഷ്ടതയെക്കുറിച്ചുള്ള ഒരു ഗുണാത്മകമായ പാഠമാണ്, പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഇവിടെ ഇയ്യോബിൻ്റെ ചോദ്യത്തിൽ നേളിച്ച് നിൽക്കുന്നത്. കഷ്ടതകളെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാമെന്നും അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണമെന്നും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ എന്ന് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ദൈവം, 3 ചിന്തകളാണ് ദൈവത്തെക്കുറിച്ച് ദൈവശാസ്ത്രത്തിൽ നാം പ്രധാനമായും പ്രാഥമികമായും അറിയുന്നത്. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ കഷ്ടതകൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ മധ്യത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് വിളിച്ച് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കൽ ഒരു വില തീരാത്ത ഒരു രത്നം ഖനനം ചെയ്ത് ലഭിച്ചു. അത് ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ കിരീടത്തിൽ പതിക്കുവാൻ, സംഭാവന ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ഈ രത്നം കിരീടത്തിൽ പതിക്കുന്നതിന് വേണ്ടി കിരീടം പണിയുന്ന, രത്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു പണിക്കാരൻ്റെ അടുത്ത് ഇത് ഏൽപ്പിച്ചു. വളരെ വിലപിടിപ്പുള്ള ഈ രത്നം വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ പക്കൽ ഇത് ഏൽപ്പിച്ചത്. അദ്ദേഹം
ഇത് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആ രത്നത്തിൽ ഒരു ചുറ്റിക കൊണ്ട് ആഞ്ഞ് ഒരടി കൊടുത്തു. ഇത് കണ്ടു നിന്നവർക്ക് വളരെ അത്ഭുതവും ഒപ്പം പരിഭ്രമവും ഉണ്ടായി. വിലപിടിപ്പുള്ള ഈ രത്നത്തിൽ എങ്ങനെയാണ് ചുറ്റിക കൊണ്ട് അടിക്കുവാൻ കഴിയുക? അതിനെ രണ്ടായി പിളർക്കുക? അത് വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടു. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്ഞിയുടെ കിരീടത്തിൽ അതിമനോഹരമായി ഈ രത്നം പിടിപ്പിച്ച് അദ്ദേഹം അവർക്ക് തിരികെ നൽകി. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ ആ രത്നത്തിൽ ഞാൻ ചുറ്റിക കൊണ്ട് അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഞെട്ടലും പരിഭ്രമവും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഞാൻ വളരെ കരുതലോടുകൂടെ ഈ കിരീടത്തിൽ വയ്ക്കുവാൻ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി അത് നടുവെ പിളർക്കുകയായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം അവരോട് പറയുകയുണ്ടായി. ഈ കിരീടം നിർമ്മിച്ച ആ വ്യക്തി രത്നം രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനാണ് അതിലടിച്ചത് എങ്കിൽ ആ പണിക്കാരനെ ആ ജോലിയിൽ ഒരു വൈദഗ്ധ്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അപ്രകാരം ഒന്ന് ആ വൈരക്കല്ലുകൾ പിളർത്തിയെടുക്കുമ്പോഴാണ് ആ കിരീടത്തിൽ അത് ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നതിന്, നിക്ഷേപിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ ഒക്കെ വരുമ്പോൾ നാം പരാതിപ്പെടാറുണ്ട്, എന്തുകൊണ്ട് എന്ന്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവമാണ് ഈ പ്രവർത്തനത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾക്ക്, ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും മാത്രമല്ല. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ നമ്മുടെ പിതാവാണ് എന്നാണ്. ദൈവം നമ്മുടെ പിതാവാണ്. വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം സ്നേഹവാനായ പിതാവാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശു കർത്താവ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പിതാവേ എന്നാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവസങ്കല്പം ഉണ്ട് എങ്കിൽ തന്നെയും അല്പം കൂടെ വ്യക്തമായി പുതിയ നിയമത്തിലാണ്, യേശുവിലൂടെയാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് നാം അറിയുന്നത്, അനുഭവിച്ച് മനസ്സിലാക്കുന്നത്. കർത്താവ് തൻ്റെ അനുവാചകരോട്, തൻ്റെ ശിഷ്യന്മാരോട് ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാം തന്നെ എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് എന്ന അഭിസംബോധന പ്രത്യേകാൽ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പിതാവാണ്. ദൈവം പിതാവാകുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എല്ലായ്പ്പോഴും അടുത്തു വരുവാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നിരുന്നത് മഹാപുരോഹിതൻ മാത്രമാണ്. മഹാപുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ആചാരമര്യാദകളെക്കുറിച്ച് പഴയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മക്കളെന്ന നിലയിൽ എല്ലായ്പ്പോഴും അടുത്തു വരുവാനും ആവശ്യങ്ങളെ അറിയിക്കുവാനും കഴിയും. വേദനയുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ ദൈവം പിതാവായിട്ടുണ്ട് എന്ന് പറയുന്നത് എത്ര മഹനീയമായ ഒരു അനുഭവം, സന്തോഷം നൽകുന്ന വസ്തുതയുമാണ്. ദൈവമാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
അവൻ സർവശക്തനായിട്ടുള്ള ദൈവമാണ് എന്ന് മാത്രമല്ല, ആ സർവശക്തനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, സർവജ്ഞാനിയായിട്ടുള്ള ദൈവം എൻ്റെ പിതാവാകുന്നു എന്ന ചിന്ത അകൽച്ചയില്ലാതെ എപ്പോഴും അവൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാനുള്ള അവകാശം നമുക്ക് നൽകുന്നു. എന്താണ് ഒരു പിതാവ് ചെയ്യുന്നത്? പിതാവ് മക്കൾക്ക് എല്ലായ്പ്പോഴും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതിന് ശേഷം ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക്, ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നന്മ നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം നന്മ നൽകും എന്ന്. പിതാവ് നന്മ നൽകുന്നവനാണ്, എല്ലായ്പ്പോഴും മക്കളുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ വേദനയുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അവൻ നമ്മെ കൈവിടുന്നവനല്ല. കഷ്ടതയിലൂടെ നമ്മെ നടത്തിക്കൊണ്ടു പോകുമ്പോഴും നമുക്ക് നന്മ വരുവാനായി അവൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ബധിരരും മൂകരുമായ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്ന ഒരു പഠനശാലയിൽ ഒരു അതിഥി വരികയുണ്ടായി. ബധിരരും മൂകരുമായ ഈ വിദ്യാർത്ഥിനികളെ കണ്ട് ആ മനുഷ്യൻ ഒരു ചോദ്യം അവരെ പഠിപ്പിക്കുന്ന ബോർഡിൽ കുറിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: എന്നെ സംസാരിക്കുന്നവനായും കേൾക്കുന്നവനുമായി നിർമ്മിച്ച ദൈവം എന്തുകൊണ്ട് നിങ്ങളെ അങ്ങനെ നിർമ്മിച്ചില്ല? ഈ ചോദ്യം ആ കുട്ടികളിൽ വളരെ വേദനയുളവാക്കി. അവർ വളരെ സങ്കടത്തോടുകൂടെ തല താഴ്ത്തി ഇരുന്നു. അതിലൊരു കുട്ടി അടുത്തേക്ക് ചെന്ന് ചോക്കെടുത്ത് ഇങ്ങനെ എഴുതി: എൻ്റെ പിതാവായ ദൈവത്തിനെ എന്നെ ഇങ്ങനെ സൃഷ്ടിക്കുവാൻ ഹിതമായി എന്ന്. ഈ ചോദ്യം മറ്റു കുട്ടികളിൽ വളരെയധികം ഉണർവും ആത്മവിശ്വാസവും നൽകി. ചോദ്യകർത്താവിനെ ഏറെ ചിന്തിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിനെ ഇപ്രകാരം ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മനസ്സായി എന്ന് പറയുമ്പോൾ ബധിരയും മൂകയുമായ ആ കുട്ടി ലോകത്തോട് പറയുന്ന ഒരു വലിയ പ്രസ്താവനയുണ്ട്: എൻ്റെ പിതാവ് എനിക്ക് ദോഷമായി ഒന്നും ചെയ്യുകയില്ല. സാധു കൊച്ചുഞ്ഞുപദേശി തൻ്റെ ഗാനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദോഷമായിട്ട് ഒന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല. അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കും, അവൻ എന്നെ സ്നേഹിക്കും. പിതാവ് സർവവല്ലഭനും സർവശക്തനും സർവജ്ഞാനിയുമാകിയാൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളുടെ മധ്യത്തിൽ, കഷ്ടതകളുടെ മധ്യത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ ചിന്ത, ഒരു വലിയ നടപടി അതിൻ്റെ പുറകിലുണ്ട് എന്ന് നാം മറന്നു പോകരുത്. യോബ് തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ കാരണമന്വേഷിക്കുന്ന സ്നേഹിതരോട്, പ്രിയപ്പെട്ടവരോട് പറയുന്നു, യഹോവയായ ദൈവം ആണ്, അവൻ്റെ കൈയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന്. ഇത് അറിയാത്തവൻ ആർ? ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ നമ്മുടെ പിതാവാണ്. നന്മയല്ലാതെ തിന്മയൊന്നും അവൻ ചെയ്യുകയില്ല. അവൻ്റെ സ്നേഹം നമ്മളിലേക്ക് അനർഗളമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നോക്കി യഹോവയുടെ കരം, ദൈവത്തിൻ്റെ കരം ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുമയോടെന്നെ ചേർക്കുവാനായി കുരിശിൻ വഴിയിൽ നീ ഏകനായി അതിരുകളില്ലാത്ത നോവുകളേകി ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥ നീ ആശ്വാസമായി അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥ നീ ആശ്വാസമായി നിന്നിണം ചിന്തി എന്നുകം പേറി എൻ പാപപീഠകൾ സൗഖ്യമായി അതിരുകളില്ലാത്ത നോവുകളേകി ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം
നിഴലിൽ നിന്നകലയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ? മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥ മലമുകളിൽ? ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ? മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥ മലമുകളിൽ?